ഗേൾസിന് മെർച്ചന്റ് നേവിയിൽ കരിയർ ഉണ്ടാകുമോ? പെൺകുട്ടികൾക്ക് മെർച്ചന്റ് നേവി സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണോ? പെൺകുട്ടികൾക്ക് മെർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കോഴ്സസ് എന്തൊക്കെയാണ്? പല പെൺകുട്ടികളും യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ട്രെൻഡ് നോക്കിയിട്ടൊക്കെ ഓരോ കോഴ്സ് ചൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് കോഴ്സ് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയും ഉണ്ടാവുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. DNS, BSc നോട്ടിക്കൽ സയൻസ്, ETO, മെറൈൻ എഞ്ചിനീയറിംഗ് ഇത്രയും കോഴ്സിൽ ഗേൾസിന് ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണ്, എങ്ങനെയാണ് കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്? സോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. നമുക്ക് ആദ്യം തന്നെ ഒരു വലിയ മിത്ത് ബ്രേക്ക് ചെയ്യാം. മെർച്ചന്റ് നേവി ജോലി എന്ന് പറയുന്നത് ബോയ്സിന് മാത്രം പറഞ്ഞിട്ടുള്ള ജോലിയാണ്. അല്ല, ഗേൾസിന് കൂടി മെർച്ചന്റ് നേവിയിൽ കപ്പലില് ഒരു ജോലി സാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഷിപ്പില് ഓൾറെഡി ഫീമെയിൽ ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ കമ്പനീസും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ആക്റ്റീവ്ലി ഷിപ്പില് റിക്രൂട്ടും ചെയ്യുന്നുണ്ട്. ഇതില് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യാവസ്ഥയുണ്ട്. എന്താണ്? ഇതൊരു ഓഫീസ് ജോബ് അല്ല. മെർച്ചന്റ് നേവി ജോലി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 9 to 5 ജോബ് അല്ല. അതുപോലെ 9-10 മാസങ്ങളൊക്കെ നിങ്ങൾ ഷിപ്പിൽ തന്നെ ആയിരിക്കും. വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വരും. കണ്ട ഒരേ സെയിം മുഖങ്ങൾ തന്നെ ആയിരിക്കും ഷിപ്പിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ മെർച്ചന്റ് നേവിയിലെ ഒരു റിയാലിറ്റിയാണ്. ഇനി ഷിപ്പിലെ വർക്ക് എൻവിറോൺമെന്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഡിസിപ്ലിനോട് കൂടി അച്ചടക്കത്തോടു കൂടിയാണ് അവിടെ ചെയ്തു പോരുന്നത്. അതുപോലെ എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊന്നും പറയുന്നത് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മെർച്ചന്റ് നേവിയിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറേ അധികം അഡ്വാൻറ്റേജസും കൂടി വരുന്നുണ്ട്. ഷിപ്പിലെ ജോലിയിൽ സാലറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സാലറി തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് ടൂർ ചെയ്യാൻ പറ്റും. ടൂർ അടിച്ച് നടക്കാന്നല്ല ഉദ്ദേശിച്ചത്, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും കാണാൻ സാധിക്കും. കാരണം ലോഡിങ്ങിനും ഡിസ്ചാർജിങ്ങിനും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഓരോ സെപ്പറേറ്റ് കൺട്രീസിലായിരിക്കുമല്ലോ പോകുന്നത്. സോ ആ സമയത്ത് പുറത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ, ഷോർ ലീവ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഷിപ്പ് എടുക്കുന്നത് വരെ പുറത്ത് പോകാനും ആ ഒരു കൺട്രിയെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള കരിയർ ഈ ഒരു മെർച്ചന്റ് നേവി ജോലിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഗേൾസിന് സ്കോപ്പുള്ള ഒരു ഫീൽഡ് തന്നെയാണ് മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. പക്ഷേ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു കരിയർ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്നത്. ഇനി കൺഫ്യൂഷൻ വരുന്ന ഏറ്റവും വലിയൊരു പാർട്ടാണ് ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് മെർച്ചന്റ് നേവി കോഴ്സസ് എന്ന് പറയുന്നത് DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ്, ETO, മെറൈൻ എഞ്ചിനീയറിംഗ്, GP റേറ്റിംഗ്, ഇതൊക്കെയാണ് ടോട്ടലായിട്ട് വരുന്ന കുറച്ച് കോഴ്സസുകൾ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഗേൾസിന് പഠിക്കാൻ പറ്റുന്നത്, ഗേൾസിന് നല്ലൊരു കരിയർ കിട്ടുന്ന കോഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോഴ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ കുറേ സ്റ്റുഡൻസിന് ഇവിടെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ കുറേ മിസ്റ്റേക്സ് വരുന്നുണ്ട്. കാരണം എല്ലാവരും എന്താ കരുതുന്നത്, ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ഷിപ്പിൽ തന്നെയാണ് ജോലി ലഭിക്കുന്നത്. സോ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് നേരെ ഷിപ്പിലോട്ടേക്ക് പോവാന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ കോഴ്സിനും അതിൻ്റെതായ ഡിഫറൻസ് വരുന്നുണ്ട്. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുമ്പോഴുള്ള ലൈഫ് സ്റ്റൈലും അതിൻ്റെതായ രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ BSc നോട്ടിക്കൽ സയൻസ് എടുക്കുവാണെങ്കിൽ എക്സാമ്പിൾ പറയുന്നതാണ്, കോളേജിലെ പഠിത്തം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ജോലി അന്വേഷിച്ച് നേരെ ഷിപ്പിലേക്ക് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ഷിപ്പിലേക്ക് കയറാൻ സാധിക്കും. DNS ആണെങ്കിൽ സ്പോൺസർഷിപ്പ് എടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് കമ്പനി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണുള്ളത്. സോ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് കയറാൻ സാധിക്കും. ETO ആണെങ്കിൽ ടെക്നിക്കൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് കൂടുതൽ ETO ആയിട്ട് ജോലിക്ക് കയറാൻ സാധിക്കുന്നത്. ഇനി മെറൈൻ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ എഞ്ചിൻ റൂമിലാണ് വർക്ക് വരുന്നത്. സോ ഓരോ കോഴ്സിനും അതിൻ്റെതായ ഡിഫറെന്റ് പാത്താണ് വരുന്നത്. സോ ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് BSc നോട്ടിക്കൽ സയൻസ് ആണ്. ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വലിയ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും അത് ഡൗട്ട് ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. ഇതിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് എടുത്തിട്ട് പഠിക്കുവാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് കയറാൻ സാധിക്കും. സ്പോൺസർഷിപ്പ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു കോഴ്സ് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 3 വർഷത്തെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പ്ലേസ്മെന്റിലൂടെ ആണെങ്കിൽ അല്ല നിങ്ങൾ തന്നെ കമ്പനി അന്വേഷിച്ച് ജോലി കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഷിപ്പിലേക്ക് ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ്. ഡെക്ക് കാഡറ്റ് ആയിട്ടാണ് ഫസ്റ്റ് തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്നത് ഷിപ്പിൽ. അതിനുശേഷം പിന്നെ എക്സാംസും എക്സ്പീരിയൻസും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഓഫീസർ റാങ്കിലേക്കും ഫൈനലി ക്യാപ്റ്റൻ എന്ന പൊസിഷനിലേക്കും റീച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എന്താണ് ജോലി ലഭിക്കുന്നത് BSc നോട്ടിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ? ഡെക്ക് സൈഡിലാണ് മെയിനായിട്ട് ഇവർക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ അതിൽ തന്നെ ഷിപ്പിന്റെ നാവിഗേഷൻ, റഡാർ മോണിറ്ററിങ്, അതുപോലെ വാച്ച് കീപ്പിംഗ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ജോബ് വരുന്നത്. ഇനി ഈ ഒരു BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ് എന്തുകൊണ്ടാണ് ഗേൾസിന് സേഫ് ആണ് അല്ലെങ്കിൽ ബെസ്റ്റ് ആണെന്ന് പറയുന്നത്? ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഫിസിക്കൽ വർക്ക് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ക്ലീൻ എൻവയോൺമെന്റിൽ ജോലി ചെയ്യാൻ സാധിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ് ഈ ഒരു BSc നോട്ടിക്കൽ സയൻസ് എടുത്തിട്ട് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇതിന്റെ കുറച്ച് ഈ ഒരു കോഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് വലുതായിട്ടൊന്നുമില്ല. ഫീസ് കുറച്ച് കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലാണ് കുറച്ച്. അതുപോലെ തന്നെ പഠിച്ചിറങ്ങാൻ എടുക്കുന്ന ടൈമും കുറച്ച് കൂടുതലാണ്. 3 വർഷത്തെ കോഴ്സാണ്. അപ്പം 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമാണ് ജോലി ലഭിക്കുന്നത്. അത് മാത്രമാണ് ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാനുള്ളത്. ഗേൾസിന് സേഫ് ആൻഡ് ബാലൻസ്ഡ് ഓപ്ഷൻ തന്നെയാണ് BSc നോട്ടിക്കൽ സയൻസ്. ഇനി ഗേൾസിന് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. ഇതിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. ഒരു വർഷത്തെ കോഴ്സാണ്. BSc നോട്ടിക്കൽ സയൻസ് പറഞ്ഞതുപോലെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് അല്ല വരുന്നത്, വെറും 1 വർഷത്തെ കോഴ്സാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പൊ സ്പോൺസർഷിപ്പ് എടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഓൾറെഡി കമ്പനി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ നിങ്ങൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ആ ഒരു കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് കിട്ടുമോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ലഭിക്കുമോ എന്നുള്ള ഒരു ടെൻഷനൊന്നും സ്പോൺസർഷിപ്പ് എഴുതി ഈ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമില്ല. സോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷിപ്പിലേക്ക് കയറാം. അവിടുന്ന് പിന്നെ എക്സാംസും അതുപോലെ എക്സ്പീരിയൻസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താകാം, ഓഫീസർ ആകാൻ സാധിക്കും. പിന്നെ ഫൈനലി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് റീച്ച് ആവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ സ്പോൺസർഷിപ്പ് ആണ്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഓൾറെഡി കമ്പനിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്നതായിരിക്കും. സോ പ്ലേസ്മെന്റ് കിട്ടുമോ എന്നുള്ളൊരു ചിന്താഗതിയിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ സ്പോൺസർഷിപ്പ് തന്നെയാണ് ഈ ഒരു DNS കോഴ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഗേൾസിന് എന്തുകൊണ്ടാണ് ഈ ഒരു DNS കോഴ്സ് നല്ലതാണെന്ന് പറയുന്നത്? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് വെറും 1 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അത് സ്പോൺസർഷിപ്പോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഷിപ്പിലേക്കുള്ളൊരു ഫാസ്റ്റ് എൻട്രി തന്നെയാണ് DNS കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ സാലറി പെട്ടെന്ന് ലഭിക്കാൻ തുടങ്ങും. ഗേൾസിന് ഈ ഒരു കോഴ്സ് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേൾസിന് പറ്റിയൊരു കോഴ്സ് തന്നെയാണിത്. പക്ഷെ കുറച്ച് ചാലഞ്ചസ് വരുന്നത് പ്രഷർ ഇത്തിരി കൂടുതലായിരിക്കും ഈ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് എക്സാംസ് വരും. നിങ്ങൾക്കൊരു ഓഫീസർ ആയിട്ടൊക്കെ റാങ്ക് കൂടി കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോളേജ് ലൈഫ് പോലെയല്ല വരുന്നത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. സോ പെർഫോമൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു DNS പഠിക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പം നിങ്ങൾ സ്പോൺസർഷിപ്പ് ഇല്ലാതെയാണ് പഠിക്കുന്നതെങ്കിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി പാട് തന്നെയാണ് ജോബ് പഠിച്ച. കാരണം ഇതൊരു ഒരു വർഷത്തെ കോഴ്സ് കൂടി ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് സ്വന്തമായിട്ട് കമ്പനിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങളെ ചൂസ് ചെയ്യണം. സോ സ്പോൺസർഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ജോലി കിട്ടുന്ന കാര്യം. സ്മാർട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും അതുപോലെ ഈ ഒരു മെർച്ചന്റ് നേവി കരിയർ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കുന്ന കുട്ടികൾക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് DNS. അടുത്ത ഒരു ഓപ്ഷൻ ആണ് ETO, ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ. ഇതിൽ ജോലി വരുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും അതുപോലെ ഷിപ്പ് ഓട്ടോമേഷൻ കാര്യങ്ങൾക്കൊക്കെയാണ്. ETOനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് കാണേണ്ടവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ കൂടുതൽ അങ്ങനെ താല്പര്യമുള്ളവർക്ക്, ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ETO എന്ന് പറയുന്നത്.
ഇതില് ഫിസിക്കൽ വർക്ക് കുറവാണ്. ബാക്കിയുള്ള കോഴ്സ് ജോലികൾ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ ഫിസിക്കൽ വർക്ക് ഗേൾസിന് കുറവായിരിക്കും. അതുപോലെ ഹൈ ഡിമാൻഡ്, ഇപ്പൊ മോഡേൺ ഷിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുതലുള്ള ഒരു കോഴ്സ് തന്നെയാണ് ETO എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ടെക്നിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെക്നിക്കൽ റോള് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. ഇതിപ്പം സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ, ഇപ്പം ഷിപ്പിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടാകുമ്പം അത് സോൾവ് ചെയ്യുന്നത് കപ്പലിലെ ETO ആയിരിക്കും. ഈ പറഞ്ഞ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ETOD ആയിക്കഴിഞ്ഞാലും DNS ആയിക്കഴിഞ്ഞാലും BSc നോട്ടിക്കൽ സയൻസ് ആയിക്കഴിഞ്ഞാലും എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് സിലബസ് വരുന്നത്, എക്സാംസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാനൊരു ലോങ് വീഡിയോ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് കോഴ്സസ് വരുന്നത്, എങ്ങനെയാണത് ഗേൾസിന് സൂട്ട് ആവുന്നത് എന്ന് മാത്രമാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. കാരണം ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ പെൺകുട്ടിയൊക്കെ, എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അടുത്തൊരു കോഴ്സാണ് മെറൈൻ എഞ്ചിനീയറിംഗ്. ഈ മെറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ റൂമിലായിരിക്കും, മെറൈൻ എഞ്ചിനീയറിംഗ് തന്നെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, എഞ്ചിൻ റൂമിലായിരിക്കും ഡ്യൂട്ടി വരുന്നത്. ഫുൾ ടൈം ഓഫ് മെഷീൻസിന്റെ കൂടിയുള്ള ജോലിയാണ് മെറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ഷിപ്പിൽ കയറുന്നവർക്ക് കിട്ടുന്നത്. അതായത് എഞ്ചിനീയേഴ്സ് ആയിട്ട് ജോലിക്ക് കയറാൻ സാധിക്കും. സോ മെഷീൻസിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക്, മെഷീനറി കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഫുൾ ടൈം മെഷീൻസിന്റെ കൂടെ തന്നെയുള്ള ജോലി തന്നെയായിരിക്കും. എഞ്ചിൻ റൂമിലെ കാര്യം അറിയാലോ, നല്ല രീതിയിൽ ചൂട് കൂടുതലുള്ള ഒരു ഏരിയ തന്നെയാണ് എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. അവിടെയായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നോയ്സിന്റെ ഇടയിൽ നിന്നിട്ട് വേണം നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിസിക്കൽ സ്ട്രെയിനും ഇതിന്റെ ഒപ്പം തന്നെയുണ്ട്. സോ ചൂട് കൂടുതലായിരിക്കും, നോയ്സ് കൂടുതലായിരിക്കും, ഫിസിക്കൽ സ്ട്രെയിനും കൂടുതലായിരിക്കും. ഞാൻ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. ഇതിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് പറയുന്നതെന്ന്. ഗേൾസിന് ഈ ഒരു കോഴ്സ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള പെൺകുട്ടികൾക്ക് ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു സേഫ് ഓപ്ഷൻ നോക്കുന്ന നമ്മുടെ ഗേൾസ് ആണെങ്കിൽ അവർക്ക് പറ്റിയൊരു കോഴ്സ് BSc നോട്ടിക്കൽ സയൻസ് തന്നെയാണ്. ഇനി പെട്ടെന്ന് മെർച്ചന്റ് നേവിയിൽ ഒരു ജോലി കിട്ടണം, ഫാസ്റ്റ് ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് പഠിക്കാവുന്നതാണ്. ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ETO കോഴ്സ് എടുക്കാം. ഇനി എഞ്ചിൻ റൂമിലാണ് ജോലി ചെയ്യാൻ ഇഷ്ടം, മെഷീനറീസിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറൈൻ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് മാച്ച് ആവുന്നത് ഏതൊരു കോഴ്സാണ് ആ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ കോഴ്സ് ചെയ്യണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ മെഷീൻസിന് ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. പെൺകുട്ടികൾക്കും മെക്കാനിക് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുക, മെഷീൻസിന്റെ കാര്യങ്ങളൊക്കെ ഐഡിയാസ് ഒക്കെ നോക്കി അതിൽ വർക്ക് ചെയ്യുക. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ മെറൈൻ എഞ്ചിനീയറിംഗ് ആയിരിക്കും നല്ലത്. ആ ഒരു ഇഷ്ടവും വെച്ചിട്ട് നേരെ DNSന് പോയി ചേർന്നിട്ട് കാര്യമില്ല. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളുടെ ഇഷ്ടം എന്താണ്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെ ജോലി ചെയ്യാനാണ് ഇഷ്ടം എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓരോ കോഴ്സ് ചൂസ് ചെയ്യുക. അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ട്രെൻഡ് നോക്കിയിട്ടൊന്നും ഒരു കോഴ്സും ചൂസ് ചെയ്യാൻ പാടില്ല. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയിപ്പം ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടിയൊന്നും വേണ്ട, കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്ക് വരുന്ന എല്ലാ കമന്റ്സിനും റിപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവരാണെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാം, ഞാൻ അങ്ങനെയും റിപ്ലൈ തരാറുണ്ട്. സോ ഡൗട്ട് വെച്ചിട്ട് ആരും നിൽക്കേണ്ട, ഡൗട്ടുള്ളവരൊക്കെ കമന്റ് സെക്ഷനിൽ വന്ന് ഡൗട്ട് ചോദിച്ചോളൂ. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക്, അതായത് മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാം. ഇന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണം. അങ്ങനെ എനിക്ക് ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. സോ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മടി കൂടാതെ കമന്റ് ചെയ്യാം, നമുക്ക് വീഡിയോ ചെയ്യാം അതിനെ കുറിച്ചിട്ട്. ഇപ്പം മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്ക് അറിയാൻ താല്പര്യമുള്ളവരാണ്, മെർച്ചന്റ് നേവിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം നിങ്ങൾക്ക് മുടങ്ങാതെ എൻ്റെ വീഡിയോസ് വരും. കൂടുതൽ കാര്യങ്ങൾ മെർച്ചന്റ് നേവിയെ കുറിച്ചിട്ട് അറിയാനും സാധിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.